ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഹാർട്ട് കില്ലേഴ്സ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഫഡേലും ബൈസനും കൂടെ ആയിട്ട് മറ്റാരെയും ഇങ്ങനെ കൊന്നിട്ട് അയാളുടെ ബോഡി ഇങ്ങനെ വലിച്ച് നീക്കിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അയാൾ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പാടുണ്ടായിരുന്നു. ആ സമയം ബൈസനാണെങ്കിൽ അവിടെ നിന്നിട്ട് ഫഡേലൊന്ന് വെയിറ്റ് ചെയ്യും, ഇയാൾ ഒടുക്കത്തെ വെയിറ്റ് അതിനെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഫഡേൽ ഇതിനേക്കാളും വലിയ ജോലികളും ഇത്രയൊക്കെ വെയിറ്റുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളതല്ലേ, ഇപ്പം എന്താ നിനക്ക് ഇങ്ങനെ, നിൻ്റെ മൈൻഡിൽ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം വേറൊന്നും ആലോചിക്കുന്നില്ല എന്ന് പറയാണ്. ആ സമയം ഫഡേൽ, ഓ അങ്ങനെയാണോ, അതുകൊണ്ടാണോ നീ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള ഗ്ലൗസ് വരെ എടുക്കാൻ മറന്നത്, ഇപ്പം നമ്മൾ ഇയാളെ കൊന്നത് ഗ്ലൗസ് പോലും ഇടാതെയാണ്, നീ എടുക്കാൻ മറന്നതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അതൊന്ന് വിട്ട് കളഞ്ഞൂടെ എന്നിങ്ങനെ ഫഡേലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, നിനക്ക് കാണ്ടിനൊരു ചാൻസ് കൊടുത്തൂടെ, അവനും ഞാനും ഇഷ്ടത്തിലാവുന്നതിന് എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഫഡേൽ, അത് ശരിയാവത്തില്ല, അവൻ ആരാത് നിനക്ക് ശരിക്കും അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ അവൻ്റെ പാരൻസ് രണ്ടുപേരും മരിച്ചു, അവനൊരു ബ്രദറുണ്ട്, അവനാണെങ്കിൽ ഒരു സാധാരണ ടാറ്റു ആർട്ടിസ്റ്റാണ്, അവൻ്റെ ബ്രദറിൻ്റെ കൂടെ താമസിക്കുകയാണ്, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ, അത്രമാത്രമേ അവനെക്കുറിച്ചുള്ള കാര്യം നിന്നെ കാണിക്കുന്നുള്ളൂ, നീ ഇപ്പോൾ ഒരു അസാസിനാണ്, നീ ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്ന ആളാണെന്ന് അവൻ അറിയത്തില്ലല്ലോ, അതേപോലെ തന്നെ അവൻ ആരാന്ന് നിന്നോടും വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയാണ്. ആ സമയം ബൈസനാണെങ്കിൽ, പക്ഷേ ഞാൻ ആരാണെന്ന് അവനോട് എനിക്ക് പറയണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫഡേൽ, നമ്മുടെ ജോലി എന്താണെന്നെങ്ങാനും അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ കൊല്ലുമെന്ന് പറയാണ്. ആ സമയം ബൈസൻ, ഓ നീ എന്താ ഇങ്ങനെ, നിനക്കാണെങ്കിൽ ഹൃദയം എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ സ്റ്റൈലാണെങ്കിൽ മാർക്കറ്റിലേക്ക് ഫുഡ് വാങ്ങാനായിട്ട് വന്നേക്കാണ്. അങ്ങനെ ആ ഒരു കടയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഇനി ഫുഡ് ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആ ഒരു മാർക്കറ്റിലേക്ക് ഫഡേൽ വരുന്ന കാണുന്നത്. ഫഡേലാണെങ്കിൽ എൻ്റെ ബർഗർ ഷോപ്പിലത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് വന്നതായിരിക്കും. ഇവനെ കണ്ടുകൊണ്ട് തന്നെ സ്റ്റൈലൊരു ഐഡിയ വരാണ്, അല്ലെങ്കിൽ സ്റ്റൈൽ ഇവന് വളയ്ക്കാനുള്ള പ്ലാനിലാണല്ലോ. അപ്പോൾ അങ്ങനെ അവനാണെങ്കിൽ നോക്കിയപ്പോൾ ഒരാൾ വെജിറ്റബിൾസ് വിൽക്കാനായിട്ടൊരു കാർട്ടിൽ വെജിറ്റബിൾസ് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റൈലാണെങ്കിൽ അയാളുടെ അടുത്ത് വന്നിട്ട്, സാർ നിങ്ങളുടെ ഈ ഒരു കാർട്ട് എനിക്കൊന്ന് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അയാൾ, അയ്യോ എന്തിനാ, എനിക്കാണെങ്കിൽ വെജിറ്റബിൾസ് വിൽക്കാനുണ്ട്, ഞാനിപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, ഫ്രഷ് വെജിറ്റബിൾസ് ഞാൻ പെട്ടെന്ന് വിറ്റ് തീർക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ, പ്ലീസ് ഇതൊന്നും താ, ഈ വെജിറ്റബിൾസ് മൊത്തം ഞാൻ വിറ്റ് തീർത്ത് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാളേന്ന് അവനാണെങ്കിൽ ആ കാർട്ട് വാങ്ങിക്കുകയാണ്. ഇവൻ്റെ പ്ലാൻ വേറൊന്നുമല്ല, എങ്ങനെയെങ്കിലും നമ്മുടെ ഫഡേലിൻ്റെ അടുത്ത് എന്തെങ്കിലും റീസൺ പറഞ്ഞ് അപ്രോച്ച് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഫഡേലാണെങ്കിൽ ഈ കടയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാലയൊക്കെ വാങ്ങിച്ചിട്ട് അവനിങ്ങനെ പോകാൻ നിൽക്കുന്ന ടൈമിന് നമ്മുടെ സ്റ്റൈൽ ആ ഒരു കാർട്ടും തള്ളിക്കൊണ്ട് മാറി നിൽക്കണേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നതാണ്. എന്നിട്ട് പെട്ടെന്നൊന്ന് നമ്മുടെ സ്റ്റൈലാണെങ്കിൽ ഫഡേലിൻ്റെ പുറകിലോട്ട് വന്നിട്ട് ഈ കാർട്ടൂൺ ചേർത്തൊന്ന് തട്ടിയപ്പോൾ തന്നെ നമ്മുടെ കാർട്ടിലുള്ള വെജിറ്റബിൾസ് എല്ലാം അവൻ മനഃപൂർവ്വം താഴേക്ക് തള്ളിയിടുന്നുണ്ട്. ആ ടൈമിലാണ് ഫഡേൽ സ്റ്റൈലിനെ കാണുന്നത്. സ്റ്റൈൽ ഫഡേലിനെ മനഃപൂർവ്വം ഒന്ന് ഇടിച്ചാണെങ്കിലും അത് ഫഡേലാണ് താൻ ഇടിച്ചത് എന്ന് മനസ്സിലാത്ത രീതിയിൽ, നീ ആയിരുന്നോ ഇത് എന്നിങ്ങനെ അഭിനയിച്ച് കാണിക്കുകയാണ്. ആ സമയം ഫഡേൽ അങ്ങോട്ടേക്ക് വന്നിട്ട്, നിനക്കിവിടെ പച്ചക്കറി വിൽക്കുന്നതാണോ ജോലിയും ചോദിക്കുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ, അങ്ങനെയാണെങ്കിൽ എന്താ, നീ എന്താ എന്നെ ഇപ്പോൾ കൊച്ചാക്കി കാണുവാണോ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡേൽ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. സ്റ്റൈലപ്പോൾ നിനക്കൊന്ന് മാറി നടക്കാൻ പാടില്ല, നീ കാരണം നോക്കി വെജിറ്റബിൾസ് ഒക്കെ താഴെ, ഇതിനെ ആരും മേടിക്കാനോ മൊത്തം അഴുക്കായില്ല, നീ കാരണം എനിക്ക് എന്തുമാത്രം നഷ്ടമാണ് ഉണ്ടായത്, അതിൻ്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണമെന്ന് പറയാണ്. ആ സമയം ഫഡേൽ, ഞാൻ ഏറ്റെടുക്കണമെന്നോ, നീ കൊണ്ടുവന്ന് തള്ളി തന്നിട്ട് നിനക്ക് ഇത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നീ വേണം വെച്ചിട്ട് പോകാൻ, അല്ലാതെ എൻ്റെ തലയിലല്ല ഈ ഒരു സംഭവം ഇട്ട് തരേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ, ഓ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ മാർക്കറ്റിൽ നിന്ന് ആൾക്കാരെല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട്, നിങ്ങൾ കാണുന്നുണ്ടോ ഇവൻ കാരണം എൻ്റെ കച്ചവടം തന്നെ ഇവിടെ മുടങ്ങി, എന്നിട്ട് അവൻ അതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഫഡേലാണെങ്കിൽ, ഓക്കെ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റൈലിന് ക്യാഷ് കൊടുത്ത ശേഷം ഒരു കാര്യം ചെയ്യാം, ഈ വെജിറ്റബിൾസിൻ്റെ അഴുക്കായില്ലേ ഇത് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടടുത്ത കടയിൽ നാളിൽ നിന്ന് കുറച്ച് വെള്ളം മേടിച്ചിട്ട് മറ്റേ ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വെജിറ്റബിൾസ് എല്ലാം അവനിങ്ങനെ നനച്ച് ക്ലീൻ ആക്കുകയാണ്. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഇവൻ നമ്മുടെ സ്റ്റൈലിൻ്റെ ദേഹത്ത് അത്രയും വെള്ളം അടിച്ചു വിട്ടാണ്. കാരണം നമ്മുടെ ഫഡേൽ ആക്ച്വലി അത് ക്ലീനാക്കി കൊടുക്കാൻ നിന്നതല്ല, ഇങ്ങനെ സ്റ്റൈൽ ഇത്രയും കിടന്ന് അവനെ നാണം കെടുത്താൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒരു പണി എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്റ്റൈലിനെ കുളിപ്പിക്കാൻ വേണ്ടി തന്നെ ആ ഒരു ഹോസ് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അവനെ നനച്ചിട്ട ശേഷം നമ്മുടെ ഫഡേലാണെങ്കിൽ അവിടെ നടന്നു പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ബൈസൺ ആണെങ്കിൽ അവൻ്റെ റൂമിൽ ഇരുന്നുകൊണ്ട് ഒരു പൂച്ചയുടെ ഒരു പടം പോലത്തെ സംഭവം അവൻ്റെ ഐപാഡിൽ വരയ്ക്കുവാണ്. അതിനുശേഷം ആ ഒരു പിക്കാണെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ കാണ്ടിനെ കൊണ്ട് കാണിച്ചിട്ട്, എനിക്ക് ഈ ഫോട്ടോയിൽ ടാറ്റു അടിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ സമയം കാണ്ട്, ഇത് നിൻ്റെ പൂച്ചയാണെന്ന് വെച്ചപ്പോൾ, അല്ല എനിക്ക് പൂച്ചയില്ല എന്ന് പറയാണ്. കണ്ടപ്പോൾ നിനക്ക് പൂച്ചയില്ല, പക്ഷേ നിനക്ക് പൂച്ചയുടെ ടാറ്റു വേണം, അതെന്താ അങ്ങനെയെന്ന് വെച്ചപ്പോൾ അത് പിന്നെ വേണമെന്ന് തോന്നി അവൻ പറയുന്നുണ്ട്. അങ്ങനെ കാണ്ട്, ഓക്കെ ചെയ്യാം, നിനക്ക് എവിടെ ടാറ്റു ചെയ്യാൻ താല്പര്യമെന്ന് വെച്ചപ്പോൾ ബൈസണാണെങ്കിൽ അതിങ്ങനെ ആലോചിച്ചില്ല എന്ന് പറയാണ്. കണ്ടപ്പോൾ എങ്കിൽ ഓക്കെ കുഴപ്പമില്ല, നീ ആലോചിക്കുക, ഞാനാണെങ്കിൽ ഈ ഒരു പിക്ക് പ്രിൻ്റ് എടുത്ത് വെക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രിൻ്റ് എടുത്തതിന് ശേഷം ഇവർ ടാറ്റു അടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആ സമയം നമ്മുടെ കാണ്ടാണെങ്കിൽ ആ പിക്ക് വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന ടൈമിൽ നിൻ്റെ കൈയുടെ അവിടെയാണെങ്കിൽ നന്നായിട്ട് ചേരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസണാണെങ്കിൽ,
ഞാൻ പക്ഷേ അതെൻ്റെ തുടയിൽ ടാറ്റു ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. അതാകുമ്പോൾ ഷോർട്ട്സൊക്കെ ഇടുമ്പോൾ ആ ഒരു ടാറ്റു എല്ലാവരും കാണുമല്ലോ എന്ന് പറയുന്നുണ്ട്. കണ്ടപ്പോൾ ഓക്കെ എന്ന് പറയുന്നത്. ബൈസനാണെങ്കിൽ അവൻ്റെ പാൻറ് റിമൂവ് ചെയ്യാണ്. പിന്നെ അവനാണെങ്കിൽ അവൻ്റെ ആ ഷർട്ടിൻ്റെ ഒരു ബനിയനും ഷോർട്ട്സും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കാണ്ടാണെങ്കിൽ ആ ഒരു തുടയിലായിട്ട് ആ ഒരു പ്രിൻറ്റ് വെച്ചിട്ട് ഇവിടെ മതിയെന്ന് വെച്ചപ്പോൾ കുറച്ചുകൂടെ പൊക്കി വയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോവാണ്. ആ സമയം ബൈസൺ അതുപോലെ ഇനിയും കുറച്ചുകൂടെ മോഡലായിട്ട് വയ്ക്കാൻ പറയുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ ഇതിങ്ങനെ വെച്ച് പോകുന്നുണ്ടെങ്കിൽ ഷോർട്ട്സ് ഇങ്ങനെ കയറ്റി കയറ്റി പോകുന്നുണ്ടായിരുന്നു. കാരണം കാണ്ടിൻ്റെ അടുത്ത് ബൈസൺ അത്രയും മോഡലായിട്ട് പ്രിൻറ്റ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബൈസൺ ഇനിയും മുകളിലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ കാണ്ടാണെങ്കിൽ ഇനിയും മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ സമയത്തിനൊന്നും നമ്മൾ ടാറ്റു അടിച്ച് തീരത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാണ്ടാണെങ്കിൽ ബൈസനെ ഇങ്ങനെ പിടിക്കുകയും തുടയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ ഒരു കസ്റ്റമറിനെ ഇങ്ങനെയൊക്കെ തുടയും പിടിക്കുകയും ചെയ്യുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ കാണ്ടാണെങ്കിൽ എന്തോ ഈ കസ്റ്റമറിന് എനിക്കങ്ങനെ വെറുതെ വിടാൻ തോന്നുന്നില്ല എന്ന് പറയാണ്. ആ സമയം ബൈസനാണെങ്കിൽ ശരി ശരി വിട്, ഞാനാണെങ്കിൽ എവിടെ ടാറ്റു അടിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് പറയാം. എനിക്കാണെങ്കിൽ ആ ടാറ്റു എല്ലാവരും കാണണമെന്നുണ്ട്. എന്നാൽ അതേസമയം എനിക്കത് ഈസിയായിട്ട് മറയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തും ആയിരിക്കണമെന്നാണ് ആഗ്രഹം എന്ന് പറയാണ്. ആ സമയം കണ്ട് എങ്കിൽ പിന്നെ നീ ആലോചിച്ചിട്ടൊരു സ്ഥലം പറ. ആ ഒരു സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് നിൻ്റെ ലവറിനെ മാത്രം കാണിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള അങ്ങനെ സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം നീ ആലോചിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ആവശ്യം വരത്തില്ല, കാരണം എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ആരും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ട് എങ്ങനെയായാലും നീ ആലോചിച്ച് പറയും, എവിടെയായാലും ടാറ്റു ചെയ്തുതരാം, ഞാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബൈസൺ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പാൻറ്റും ഷർട്ടൊക്കെ തിരിച്ചിട്ടിട്ട് അവൻ പോകാൻ തുടങ്ങുകയാണ്. ആ സമയം കാണ്ട് എവിടെ പോകാമെന്ന് വെച്ചപ്പോൾ ബൈസൺ കടയിൽ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. അതിനുശേഷം കാണ്ടിനെയും സ്റ്റൈലിനെയും കാണിക്കുമ്പോൾ നമ്മുടെ സ്റ്റൈലിനെ നേരത്തെ ഫടയിൽ മാർക്കറ്റ് വെച്ച് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ആൾക്കാരെ മുന്നിട്ട് ഒരുമാതിരി ആക്കിയതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റൈലാണെങ്കിൽ നമ്മുടെ കാണ്ടിൻ്റെ അടുത്ത് അവനെ പോയി വളയ്ക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അവൻ എന്ത് ദേഷ്യക്കാരൻ, അവൻ എൻ്റെ അടുത്ത് എന്താ ചെയ്തത് നിനക്കറിയാവും, ഞാനിനി അവൻ്റെ അടുത്തോട്ടേ പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ടാണെങ്കിൽ അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, ഞാൻ എൻ്റെ കാർ വരെ നിനക്ക് തന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ പക്ഷേ ഞാനെന്ത് ചെയ്യാനാ, അവനാണെങ്കിൽ ഒരു ദേഷ്യക്കാരനാണ്, അവൻ എന്താ ഇഷ്ടം, അവൻ എന്ത് ചെയ്യാനാണ് ഇഷ്ടം, അവൻ എന്തൊക്കെയാണ് ഡെയിലി ചെയ്യുന്നത് അതൊക്കെ നീ കണ്ടുപിടിച്ചോണ്ട് താ, എന്നാലേ എനിക്ക് അവനുമായിട്ട് ക്ലോസ് ആവാൻ പറ്റത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട അതിന് അവൻ എന്താ ചെയ്യുന്നത് ഞാനങ്ങനെ കണ്ടുപിടിക്കാനാണെന്ന് വെച്ചപ്പോൾ നീ പോയി നിൻ്റെ ആ ലവറായിട്ടുള്ള ചെക്കനായിട്ടുള്ള അവൻ്റെ അടുത്ത് പോയി ചോദിക്കുക, അവനാകുമ്പോഴത്തേക്കും ആ ഫടയിലിൻ്റെ ബ്രദറല്ലേ, ബൈസനോട് പോയി ചോദിക്കാനായിട്ട് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബൈസനാണെങ്കിൽ കടയിൽ വർക്ക് ചെയ്യുന്നതിന് പകരം കടയുടെ ബാക്ക് സൈഡ് വന്നിട്ട് ഒരു പൂച്ചനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൂടി ഫടയിൽ വന്നിട്ട് നീ ഇവിടെ പൂച്ചനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ, അതേ ഞാൻ ഇപ്പോഴൊരു കാര്യം പറഞ്ഞേക്ക്, ഈ പൂച്ചനെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ അത് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ബൈസൺ അറിയാം, എന്നാൽ ആ പൂച്ചേനെക്കാളും എന്നെ ക്യൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പിന്നെയും കളിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആ സമയം ഫടയിൽ ബൈസൺ മര്യാദയ്ക്ക് നീ എന്നെ മാറ്റി വെച്ചോ, നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് പോവേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നീ എന്നെ ഒരുപാട് മിസ് ചെയ്യും, അത് നിൻ്റെ പുറകെ വരാൻ നിൽക്കുകയും ചെയ്യും, അതുകൊണ്ട് എന്നെ വിട്ടേക്കാൻ പറയാണ്. ആ സമയം ബൈസൺ എനിക്ക് ഈ സ്ഥലം വിട്ട് പോകാൻ താല്പര്യമില്ല, അങ്ങനെ നേരത്തെ പറഞ്ഞല്ലേ, എനിക്ക് നമ്മൾ ഈ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കുറച്ച് ബ്രേക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ ഓക്കെ, ഞാൻ അതിനെപ്പറ്റി അമ്മയോട് സംസാരിക്കാം, എന്നാൽ നീ ഇപ്പോൾ കടയിലകത്തേക്ക് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യും, ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറയാണ്. അതിനുശേഷം ബൈസൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് നമ്മുടെ കാണ്ടാണെങ്കിൽ തൊപ്പിയും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അത് അവനാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു രീതിയിൽ കടയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം നമ്മുടെ ബൈസണും ഇത് കാണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ നോർമലി ഒരു കസ്റ്റമറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് മെനു ചോദിക്കും പോലെ നമ്മുടെ കാണ്ടിനോട് ചോദിക്കുന്ന സമയത്ത് കാണ്ടൊരു പേപ്പർ എടുത്ത് കൊടുക്കുകയാണ്. അതിങ്ങനെ നമ്മുടെ ബൈസൺ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ടോയ്ലറ്റിലേക്ക് വന്ന് മീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് അത് കാണ്ടാണെന്ന് ഇവന് മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മുടെ ഫടയിൽ കാണാതെ ബൈസണും കാണ്ടും കൂടെ ആയിട്ട് ബാത്റൂമിൽ വെച്ച് മീറ്റ് ചെയ്യാണ്. എന്നിട്ട് ബൈസൺ നീ എന്തിനാ ഇവിടെ വന്നതെന്ന് വെച്ചപ്പോൾ നമ്മൾ കാണ്ടാണെങ്കിൽ ആദ്യം അവനെ കിസ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ആ സമയം ബൈസൺ വേണ്ട വേണ്ട നിർത്ത്, ഫടയിൽ കണ്ട പണിയാവുമെന്ന് പറയാണ്. ആ സമയം കടയിൽ ഇത്രയും കസ്റ്റമേഴ്സ് ഇല്ലേ, അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരമൊന്നുമില്ല എന്ന് നമ്മുടെ കാണ്ട് പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഫ്രണ്ടിന് നിൻ്റെ ബ്രദറായിട്ടുള്ള ഫടയിലിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അവൻ്റെ ഡെയിലി കാര്യങ്ങളെല്ലാം അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ, എന്നാലേ എൻ്റെ ഫ്രണ്ടിന് അവനുമായിട്ട് ക്ലോസ് ആവാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ആ സമയം ബൈസനാണെങ്കിൽ ഞാനും അവനും ബ്രദേഴ്സാണ് എന്ന് വെച്ച് അവൻ്റെ ഡെയിലി കാര്യങ്ങളൊന്നും അവൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറില്ല, പിന്നെ നിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സൂക്ഷിച്ചും കണ്ടൊക്കെ നോക്കാൻ പറയാം, എൻ്റെ ബ്രദറിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ആ സമയം നിനക്ക് എൻ്റെ ഫ്രണ്ടിനെ പറ്റി അറിയത്തില്ല, അവനെ ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യുള്ളൂ, എൻ്റെ ഫ്രണ്ട് അവനെ വളച്ചോളും, നിൻ്റെ ബ്രദറിനെ എൻ്റെ ഫ്രണ്ട് വളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടർക്ക് സെറ്റാകാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ കിസ് ചെയ്യാൻ പോവാണ്. കറക്റ്റ് ടൈമിനാണ് വാഷ്റൂമിലേക്ക് ഫടയിൽ കയറി വരുന്നത്. ഫടയിൽ വന്നിട്ട് ബൈസൺ നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ബൈസൺ പെട്ടെന്ന് കാണ്ടിൻ്റെ വാ പൊത്തി വെച്ചിട്ട് ആ ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ ആ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ബൈസനാണെങ്കിൽ ഫടയിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് മനസ്സിലായിട്ട് ബാത്റൂമിൻ്റെ അകത്ത് നിന്നുണ്ട് അയ്യോ എൻ്റെ വയറ് വേദനിക്കുന്നേ, അയ്യോ എനിക്ക് വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഫടയിലാണെങ്കിൽ ഇതിനെ കൊട്ടും വയ്യേ, എനിക്കൊരു കാര്യം ചെയ്യും പെട്ടെന്ന് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അവനവിടെ നടന്നു പോവാണ്. അങ്ങനെ പോയെന്ന് ഉറപ്പ് വന്ന് കഴിഞ്ഞതും
ബൈസനാണെങ്കിൽ കാണ്ടിൻ്റെ അടുത്ത് കണ്ടോ നമ്മളിവിടെ വെച്ച് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസാണ്. ഇനി ഇവിടെ വെച്ച് തന്നെ മീറ്റ് ചെയ്യാൻ വന്നെങ്കിൽ നമുക്ക് വേറെ വെച്ച് മീറ്റ് ചെയ്തോളാം. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങളും അവൻ എവിടെയൊക്കെ പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ എങ്ങനെയും തപ്പി കണ്ടുപിടിച്ചിട്ട് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നീ പൊക്കോളാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഫഡേൽ കാണാതെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങുവാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയാണെങ്കിൽ നമ്മുടെ ബൈസനാണെങ്കിൽ ഫഡേലിൻ്റെ റൂമിൻ്റെ ഡോറിലൊന്നും തട്ടിയിട്ട് നോക്കൂ 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 തുറക്ക് എന്നിട്ട് ഈ ഒരു സംഭവം നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഐപാഡ് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇവരുടെ കടയുടെ ഫ്രണ്ടിൽ കടയുടെ ഡോറിലായിട്ട് ആരോ മറ്റേ ബ്ലാക്ക് സ്പ്രേ പെയിൻ്റൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു പിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വരച്ചത് മറ്റാരും അല്ല നമ്മുടെ കാണ്ടാണ്. ഇതിപ്പോൾ നമ്മുടെ ബൈസൻ്റെ കാട്ടിൻ്റെ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇതാരാ ഇങ്ങനെ ചെക്ക് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എനിക്കറിയത്തില്ല, പക്ഷേ കുറച്ച് പിള്ളേർ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ 2-3 ദിവസം കൊണ്ട് കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് ബൈസൺ പറയാണ്. ആ സമയം ഫഡേലാണെങ്കിൽ നിനക്ക് ഈ പിക്ചർ എങ്ങനെ കിട്ടിയെന്ന് വെച്ചപ്പോൾ അത് പിന്നെ നമ്മുടെ കടയുടെ ഇമെയിൽ അഡ്രസ്സിൽ ആ ഒരു മെയിൽ ബോക്സിൽ വന്ന് കാണുന്ന പിക്കാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ എങ്കിലും ആരും ഇപ്പം തന്നെ കടയിലോട്ട് പോകും, ആരാ ചെയ്തെന്ന് കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ വേറൊരു പ്ലാൻ ഇട്ടിട്ട് നമ്മുടെ ബൈസനാണെങ്കിൽ അയ്യോ എൻ്റെ വയറ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു, രാവിലെ തൊട്ട് ഭയങ്കര വയറ് വേദനയാന്ന് പറയാണ്. ആ സമയം ഫഡേൽ അത്രയ്ക്ക് മോശമാണെങ്കിൽ ഡോക്ടറിനെ പോയി കാണത്തെന്താണെന്ന് വെച്ചപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ റെസ്റ്റ് എടുത്തോളാം, അപ്പോഴത്തേക്ക് ഓക്കെ ആവും. പിന്നെ ഒരു കാര്യം ചെയ്യും, പിള്ളേരൊക്കെ കട നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ കടയിലേക്ക് പോയി നോക്കാനായിട്ട് പറയാണ്. അങ്ങനെ ഫഡേലുണ്ടെങ്കിൽ തന്നെ അവൻ്റെ വണ്ടിയിൽ കീ എടുത്തിട്ട് ഞാൻ പോയിട്ട് വരാം, മരപ്പം നിനക്ക് വേണ്ടിയിട്ട് വയറ് വേദനയ്ക്കുള്ള മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഫഡേൽ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോവാണ്. അവൻ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ബൈസനാണെങ്കിൽ ഫഡേലിൻ്റെ റൂമിൽ കയറാണ്. കാരണം ഫഡേൽ ഡെയിലി ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്താണെന്ന് തപ്പിയെടുക്കാൻ വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ ഒരു അടവ് ഉണ്ടാക്കിയത്. അങ്ങനെ അവനാണെങ്കിൽ ഒരു ഡയറി കണ്ടുപിടിച്ചിട്ട് അതിലുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് പിറ്റേ ദിവസം അതൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ കാണ്ടിന് കൊടുക്കുകയാണ്. ആ സമയം കണ്ട് നീ അടിപൊളിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഫഡേൽ വരുന്ന കറക്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, അതേ സമയത്ത് തന്നെ നിൻ്റെ ഫ്രണ്ട് അവിടെ എത്തണം, ഇല്ലെങ്കിൽ ഫഡേലുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ആ ഒരു മൊമെൻറ്റ് മിസ്സായി പോകും. പിന്നെ നിൻ്റെ ഫ്രണ്ടിനോട് സൂക്ഷിക്കാൻ പറ, ഫഡേൽ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ദേഷ്യക്കാരനാ, എടുത്ത് ചാടി ഓരോന്നും ചെയ്ത് കളയും, നിൻ്റെ ഫ്രണ്ടിനോട് ശ്രദ്ധിക്കാനായിട്ട് പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അത് ഞാൻ പറഞ്ഞോളാം, ഈ ഡീറ്റെയിൽസ് ഞാൻ അവരുടെ അടുത്ത് കൊടുത്തോളാം, പിന്നെ നമ്മുടെ കാര്യത്തിൽ എന്താ ഇനി നമ്മളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നിങ്ങനെ ബൈസൻ്റെ അടുത്ത് നമ്മുടെ കാണ്ട് ചോദിക്കുകയാണ്. ആ സമയം ബൈസൺ നീ എന്നെ ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുവാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാണ്ടാണെങ്കിൽ പിന്നല്ലാതെ വേറെ എന്താണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബൈസൺ നമ്മൾ ഭയങ്കര സ്പീഡായി പോകുന്നില്ലേ, നമ്മൾ മീറ്റ് ചെയ്തല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കാണ്ട് അപ്പം സ്ലോ ആയിട്ട് പോകണമെന്നാണ് നിൻ്റെ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചപ്പോൾ ബൈസനാണെങ്കിൽ എനിക്ക് എൻ്റേതായ ലൈഫ് കുറച്ചൊന്ന് താമസിക്കണം, ജീവിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. എന്നിട്ട് ബൈസൺ തന്നെ കാണ്ടിനോട് നമുക്കാണെങ്കിൽ ഇപ്പോൾ ക്യാഷ്വലായിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് ക്യാഷ്വല, പക്ഷേ ഞാൻ നിൻ്റെ അടുത്ത് ഭയങ്കര സീരിയസ് ആണല്ലോ എന്നിങ്ങനെ പറയാണ്. ആ സമയം നമ്മുടെ കാണ്ടിൻ്റെ ബ്രദർ ഇതെല്ലാം അവിടെ മുകളിലത്തെ നിലയിൽ നിന്ന് കാണുന്നുണ്ട്. കാരണം നമ്മുടെ ബൈസൺ കാണ്ടിനെ മീറ്റ് ചെയ്യാൻ നമ്മുടെ കാണ്ടിൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബൈസൺ പോയി കഴിയുമ്പോൾ കാണ്ടിൻ്റെ ബ്രദർ അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് അവൻ നിന്നെ റിജക്റ്റ് ചെയ്തല്ലേ, സാരമില്ല പോട്ടെ മോനെ, നിൻ്റെ റോമിയോ ജൂലിയറ്റ് കഥയെല്ലാം കഴിഞ്ഞെന്നാണ് തോന്നിയെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കാണ്ടാണെങ്കിൽ ഒന്ന് പോടാക്കുക, നിനക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം അതുപോലെ ഞാൻ വായിച്ച ബുക്കിൽ നിന്നാണ് എനിക്ക് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മളെ കാണ്ടാണെങ്കിൽ അപ്പം നിൻ്റെ ബുക്കിലെ സിറ്റുവേഷൻ വെച്ചിട്ട് അവനിപ്പോൾ എൻ്റെ അടുത്ത് നോ പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ ഞാനിനി അവനെ വളയ്ക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ശരിക്കും ഇഷ്ടമാണെന്നുള്ളത് അവന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. എല്ലാ റിലേഷൻഷിപ്പിലും ആവുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, അതെല്ലാം ഒരാളെങ്കിലും ഓവർകം ചെയ്തിട്ട് ശരിക്കും ഇഷ്ടമാണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിക്കണം, എന്നാൽ എല്ലാം സെറ്റാവുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുമുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഫഡേലാണെങ്കിൽ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു സ്ഥലത്ത് വന്നിട്ട്. ആ സമയം നമ്മുടെ ഫഡേലിൻ്റെ ഡെയിലി ഡ്യൂട്ടീസ് എല്ലാം നമ്മുടെ സ്റ്റൈലിൽ ഇപ്പോൾ കിട്ടിയോണ്ടിരുന്നു, സ്റ്റൈൽ അതേ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫഡേൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റൈൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ നീ എന്നെ ഫോളോ ചെയ്യുകയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ സ്റ്റൈൽ ഒരിക്കലും അല്ല, ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒന്ന് ജോഗിങ്ങിന് വന്നതാണ്, പക്ഷേ ഒറ്റയ്ക്ക് ജോഗിങ് ചെയ്യാൻ ഒരു രസമില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് ജോഗിങ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഫഡേൽ ഇതായിട്ട് ബാഡ്മിൻ്റൺ ഒന്നും അല്ലല്ലോ, ജോഗിങ് അല്ലേ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമുള്ളൂ, ഒറ്റയ്ക്ക് അങ്ങ് ചെയ്താൽ മതി എന്ന് പറയാം. ആ സമയം സ്റ്റൈലാണെങ്കിൽ പക്ഷേ അത് രസമില്ലാന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഫഡേലാണെങ്കിൽ അവൻ്റെ കയ്യിരുന്ന ബോട്ടിൽ ഓപ്പൺ ചെയ്യാണ്. സ്റ്റൈലുണ്ടെ പേടിച്ചിട്ട് അന്നതുപോലെ പിന്നെ എന്നെ നനയ്ക്കാൻ പോകണമെന്ന് വെച്ചപ്പോൾ ഫഡേൽ നിനക്കെന്നെ പേടിയാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം സ്റ്റൈൽ പേടിയൊന്നുമില്ല, എനിക്കിന്ന് നനയാനൊരു മൂഡില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ ആ ബോട്ടിൽ തുറന്ന് വെള്ളം കുടിച്ച ശേഷം നിനക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ എന്നെ ക്യാച്ചപ്പ് ചെയ്ത് വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റൈലിൻ്റെ കാലിൽ ചവിട്ടിയിട്ട് നമ്മുടെ ഫഡേൽ സ്പീഡിന് ഓടുവാണ്. നമ്മുടെ സ്റ്റൈലിനാണെങ്കിൽ കാല് വേദനിച്ചിട്ടും പാടില്ല. അതിനുശേഷം ഇങ്ങനെ ഫഡേൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് നമ്മുടെ സ്റ്റൈലാണെങ്കിൽ അവിടെ ഒരു മൈക്ക് എടുത്ത് വെച്ചിട്ട് അവിടെ ഇരുന്ന സ്പീക്കറിലൂടെ ഫഡേൽ അവനെ ചീർ ചെയ്യാൻ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് മൈക്കിൽ കൂടെ നാട്ടുകാർ മൊത്തം കേൾക്കുന്ന രീതിയിൽ ഈ ഉറക്കെ പറയുകയാണ്. ഇത് കേട്ട് ഫഡേലും ഇവൻ എന്തായി കാണിച്ചു കൂട്ടുന്നുള്ള രീതി നിൽക്കുകയാണ്. കാരണം നമ്മുടെ ഫഡേൽ ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേഡിയത്തിൽ എന്തായാലും കുറേ സീറ്റ്സൊക്കെ കാണും, അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടേക്ക് ഇരിപ്പുണ്ട്, കുറച്ച് പേര് ജോഗിങ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫഡേലാണെങ്കിൽ അവിടെ അവൻ്റെ കടനത്തേക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് മാർക്കറ്റിലേക്ക് വന്നേക്കുന്നതാണ്. അങ്ങനെ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈവൻ നോൺ വെജ് ഐറ്റംസ് വാങ്ങാൻ വന്ന അതേ കടയിൽ തന്നെ നമ്മുടെ
നമ്മുടെ സ്റ്റൈൽ ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാൻ കയറിയിരിക്കുകയാണ്. കാരണം സ്റ്റൈലിനിപ്പോൾ അറിയാം ഫഡേൽ എവിടെ പോവും, ഏത് സ്ഥലത്ത് പോവും, എത്ര മണിക്ക് പോവും എന്നുള്ളതെല്ലാം. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഫഡേൽ വരുന്ന അതേ കടയിൽ തന്നെ അവൻ ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ ഫഡേലാണെങ്കിൽ ഇവനെ കണ്ടിട്ട് നീ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം സ്റ്റൈൽ അതേതെങ്കിലും വർക്ക് ചെയ്യുന്നതിന് താങ്കൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഫഡേലിനൊരു ശല്യം ചെയ്യുകയാണ്. അങ്ങനെ ഫഡേൽ എനിക്ക് നിൻ്റെ സാധനം വേണ്ടെങ്കിൽ വേറെ കടയിൽ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് സ്റ്റൈൽ ഫഡേലിൻ്റെ അടുത്ത് വന്നിട്ട് ഓക്കെ ഞാൻ നിന്നെ ശല്യം ചെയ്യത്തില്ല, ഞാൻ നിനക്ക് ആവശ്യമുള്ള സാധനമെല്ലാം എടുത്തു തരാം, പക്ഷേ അതിന് പകരമായിട്ട് നീ ഒരാഴ്ച നിൻ്റെ സ്ഥലത്ത് വന്ന് എന്നെ ഫുഡ് കഴിക്കാൻ അനുവദിക്കണം, അന്നത്തെ പോലെ എന്നെ നീ നിൻ്റെ കടയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനും പാടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ അന്ന് നീ കുടിച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിനെ വലിച്ചു തൂക്കി കടയിൽ നിന്ന് പുറത്തിട്ടേന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ ഓക്കെ അതെൻ്റെ തെറ്റ് തന്നെയാണ്, പക്ഷേ ഇനി നിൻ്റെ കടയിൽ വരുമ്പോൾ ഞാൻ നല്ലൊരു കുട്ടിയായിട്ട് നല്ല ബിഹേവ് ചെയ്തിരുന്നോളാം എന്ന് പറയാണ്. അതിനുശേഷം സ്റ്റൈൽ ഫഡേൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ നോൺ വെജ് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് നമ്മുടെ ഫഡേലിൻ്റെ കൂടെ അവൻ്റെ കടയിലേക്ക് ചെല്ലാണ്. അങ്ങനെ കടയിലെത്തി കഴിക്കുന്നു ഫഡേൽ ഓക്കെ എന്നെ ഇവിടെ കൊണ്ടുവിട്ടില്ല, ഇനി തിരിച്ച് പോകാനായിട്ട് പറയാണ്. ആ സമയം സ്റ്റൈൽ ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ഫഡേൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കട ഓപ്പൺ ചെയ്യാനുള്ളതാണ്, നീയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് തീരെ സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്റ്റൈൽ ഞാൻ കുഴപ്പമില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം, നീ ഉണ്ടാക്കിയ ഫുഡ് ആദ്യം എനിക്ക് കഴിച്ചു നോക്കണം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ബൈസണും ഫഡേലും കൂടെ ആയിട്ട് അവിടെ കിച്ചൻ്റെ അകത്തേക്ക് കയറിയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്റ്റൈലിനെ കണ്ടിട്ട് ബൈസനാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് കൂടെയൊക്കെ ആളൊക്കെ ഉണ്ടല്ലോ, ചുമ്മാതല്ല നീ മാർക്കറ്റിൽ പോയിട്ട് വരാനായിട്ട് ലേറ്റായത് അല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഫഡേലിനെ കളിയാക്കാണ്. ആ സമയം ഫഡേൽ അവൻ എൻ്റെ ആരുമല്ല, അവൻ ഭയങ്കര ശല്യമാണ്, ഇടയിലൂടെ വന്ന് കയറിക്കൊണ്ടിരിക്കുവാണെന്ന് പറയാണ്. ആ സമയം ബൈസനാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനെക്കുറിച്ച് അറിയണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഫഡേലാണെങ്കിൽ ദേ നിൻ്റെ ആ ടാറ്റൂക്കാരനുണ്ടല്ലോ അവൻ്റെ ഫ്രണ്ടായി ഇവനെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ബൈസനാണെങ്കിൽ അവൻ്റെ പേര് ടാറ്റൂക്കാരൻ എന്നല്ല കാണ്ടെന്നാണ്, അവനൊരു പേരുണ്ട് അത് പറയാനായിട്ട് പറയാണ്. ആ സമയം എന്തേരാവട്ടെ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൈസനാണെങ്കിൽ പറയുന്നതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ഫഡേൽ നിൽപ്പുണ്ട്. ഈ സമയം ബൈസനാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് എൻ്റെ ബ്രദർ ലവിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാടിക്കൊണ്ട് പോവാണ്. അതിനുശേഷം സ്റ്റൈലിനെ കഴിയുമ്പോൾ സ്റ്റൈൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വന്ന കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് എല്ലാം ഇങ്ങനെ പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയമാണ് കിച്ചൻ്റെ അകത്തുനിന്ന് നമ്മുടെ ബൈസൺ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ കാണ്ടാണെങ്കിൽ നേരത്തെ തന്നെ സ്റ്റൈലിൻ്റെ അടുത്ത് ബൈസനെ പറ്റിയിട്ടും ബൈസൻ്റെ അടുത്ത് സ്റ്റൈലിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇതാണെങ്കിൽ പ്ലാനാണെന്നും അവൻ്റെ ചേട്ടനെ വളയ്ക്കാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നേക്കാണെന്നും ഒക്കെ തന്നെ ബൈസൺ അറിയാം. അങ്ങനെ നമ്മുടെ ഫഡേൽ കിച്ചണിലിരിക്കുന്ന സമയത്ത് ബൈസനാണെങ്കിൽ സ്റ്റൈലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാനാണ് ബൈസൺ, അത് പിന്നെ കാണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചേട്ടനെ വളയ്ക്കാനായിട്ട് വന്ന ആളല്ലേ, അതിന് എനിക്ക് എൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഇനി അഥവാ പ്ലാൻ ചെയ്തിട്ട് നീ കാണ്ടിന് വേണ്ടിയിട്ട് എൻ്റെ ചേട്ടനെ വളയ്ക്കുവാണെന്നൊക്കെ അറിയാം, പക്ഷേ അഥവാ നീയാണെങ്കിൽ എൻ്റെ ബ്രദറുമായിട്ട് ഇങ്ങനൊരു ഇതിൻ്റെ ഇടയിൽ നീ ഇഷ്ടത്തിലാവുകയാണെങ്കിൽ ഇട്ടിട്ട് പോയേക്കല്ലേ, നീ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവനെ വളക്കി, കാരണം അവന് ഒരു ബോയ് ഫ്രണ്ട് കിട്ടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല, അവൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അവൻ എന്നെ ഇഷ്ടമല്ലാതെ. ആ സമയം ബൈസനാണെങ്കിൽ അതൊക്കെ നടക്കുന്നേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ തിരിച്ച് വീണ്ടും കിച്ചൻ്റെ അകത്തേക്ക് പോവാണ്. അതിനുശേഷം എഴുതിയെടുത്ത ഓർഡറെല്ലാം കൊണ്ടോ നമ്മുടെ കിച്ചൻ്റെ അകത്തേക്ക് സ്റ്റൈൽ ചെന്നിട്ട് ഫഡേലിന് കസ്റ്റമേഴ്സ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയാണ് സംഭവങ്ങൾ, പെട്ടെന്ന് റെഡിയാക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ബൈസനെയാണ്. ബൈസനെ നമ്മുടെ കാണ്ടും കൂടെ ഫസ്റ്റ് മീറ്റ് ചെയ്തല്ലോ ഒരു സ്ഥലത്ത് വെച്ച്, ക്ലബ്ബ് വന്ന സ്ഥലത്ത് ബോളിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണല്ലോ അവർ മീറ്റ് ചെയ്തത്. അതേ സ്ഥലത്ത് നമ്മുടെ ബൈസൺ ഇപ്പോൾ വന്നേക്കാണ്. ബൈസൺ നമ്മുടെ കാണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയം അവിടെ ബോളിങ് ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു പയ്യൻ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഹായ്, അത് പിന്നെ നീ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടു, അതുകൊണ്ട് ഞാൻ നിന്നോട് ജോയിൻ ചെയ്യട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ബൈസനാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യനാണെങ്കിൽ ഇങ്ങനെ നിൻ്റെ ഫ്രണ്ട് വരുന്നവരെ ഞാൻ നിനക്ക് കമ്പനി തരാം, എൻ്റെ പേര് തവാനാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പരിചയപ്പെട്ടിട്ട് ഒരുമിച്ച് ബോളിംഗ് ഒക്കെ ചെയ്യാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കാട്ടങ്ങോട്ടേക്ക് നിന്നിട്ട് സോറി അർജൻറ്റായിട്ടൊരു കാര്യം വന്നു ലേറ്റായാലും സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാണ്. ആ സമയത്ത് അവൻ അപ്പോൾ നിന്നെ വെയിറ്റ് ചെയ്താണല്ലേ ഇവൻ നിന്നത്, എൻ്റെ പേര് തവാൻ, ഞാനിവനിങ്ങനെ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് കാണ്ടാണെങ്കിൽ അതിന് ഞാൻ എന്നോട് ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഈ സമയം ഇതൊന്നും മൈൻഡാക്കാതെ തവാനാണെങ്കിൽ നമ്മൾ ബൈസണായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഭയങ്കര ജലസായ കാണ്ട് ബോളിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ബോൾ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ തവാൻ്റെ കാലിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇവനെ നോക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്, നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. തവാൻ ഇവിടെ നിന്ന് അടി വീഴുമെന്ന് മനസ്സിലായിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ആ സമയം ഉടനെ തന്നെ നമ്മുടെ കാണ്ടിൻ്റെ അടുത്ത് ബൈസൺ നമ്മളാണെങ്കിൽ ഡേറ്റ് ചെയ്ത് പോലും തുടങ്ങിയില്ല, അതിന് മുന്നേ നീ ഇത്ര ജലസായോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ കാണ്ടാണെങ്കിൽ എന്ത് ചെയ്യാനാ ജലസായി പോകുന്നു എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ഫഡേലിനെ കാണിക്കുമ്പോൾ ഫഡേലിപ്പോൾ നൈറ്റ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവൻ നൈറ്റ് ടൈമിലാണ് ജിമ്മിൽ വന്നിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ കറക്റ്റ് അങ്ങോട്ടേക്ക് നമ്മുടെ സ്റ്റൈൽ വന്നിട്ട് നിനക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയാണ്. ഫഡേലിൻ്റെ സമയം നീ എങ്ങനെ ജിമ്മ് കണ്ടുപിടിച്ചത്, ഞാനുള്ള സ്ഥലം നീ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയം സ്റ്റൈൽ ഹലോ എന്തൊക്കെയാണ് പറയുന്നത്,
ഇതൊരു പബ്ലിക് ജിമ്മാണ്, 24/7 ഓപ്പണാണ്. പിന്നെ മാസത്തിൽ 799 രൂപയേ ഉള്ളൂ. ഭയങ്കര ലാഭമല്ല. പിന്നെ ആരായി ജിമ്മിൽ ജോയിൻ ചെയ്യാതിരിക്കുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ ഈ ജിമ്മിൽ വന്നത് എന്നിങ്ങനെ പറയാണ് ആസിഫ് പടേൽ. പക്ഷേ സാധാരണ എല്ലാവരും മോർണിംഗിലല്ലേ എക്സസൈസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞാൻ നൈറ്റ് ടൈമിൽ വന്നപ്പോൾ നീയും എങ്ങനെ നൈറ്റ് ടൈമിൽ ഇവിടെ എത്തിയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആസിഫ് സ്റ്റൈൽ. അത് പിന്നെ എനിക്ക് നൈറ്റ് ടൈമിൽ എക്സസൈസ് ചെയ്യാനാണ് താല്പര്യം. പിന്നെ ഞാനിവിടെ തന്നെ ഉണ്ടാവും എക്സസൈസ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റൈലും എക്സസൈസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പടേല സമയം സ്റ്റൈലും നോക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാണ്ടും ബൈസനും കൂടെ ആയിട്ട് അവിടെ തന്നെയായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഡ്രിങ്ക്സൊക്കെ ഇങ്ങനെ കുടിക്കുന്നതാണ്. ആ സമയം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിനാണെങ്കിൽ ബൈസൺ കാർഡിൻ്റെ അടുത്ത് നിൻ്റെ ഫ്രണ്ട് സ്റ്റൈലിനെ ഞാനൊന്ന് മീറ്റ് ചെയ്തു. സ്റ്റൈലിനാണെങ്കിൽ ഫഡേലിന് പേടിയേ ഇല്ല. ഞാൻ വിചാരിച്ചവൻ പേടിച്ച് വിറച്ചിരിക്കുമെന്ന്. അതുമാത്രമല്ല, അഥവാ ഇനി ഫഡേൽ സ്റ്റൈല് അവൻ്റെ പുറകെ നടക്കുന്ന ആ പ്ലാനിൽ ഞാനും കൂടെ കൂട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊന്നു കളയെന്ന് പറയാണ്. ആ സമയം ബൈസനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നിട്ട് കാണ്ട് നീ പേടിക്കാനും വേണ്ട, നിങ്ങൾ ബ്രദേഴ്സല്ലേ, സംസാരിച്ച് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നിൻ്റെ ബ്രദറിന് ഒരു ബോയ് ഫ്രണ്ട് വേണം, അവനും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യണം എന്നൊക്കെ നിനക്കും ആഗ്രഹമുള്ള സംഭവമല്ലേ, അതുകൊണ്ടൊക്കെയല്ലേ നീ ഇതിന് കൂട്ട് നിൽക്കുന്നത്. അതൊക്കെ പറഞ്ഞ് അവന് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിന് അവരിയ്ക്കുന്ന സ്ഥലത്തായിട്ട് ഒരു ഡാൻസ് ഫ്ലോർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 2 ആങ്കേഴ്സ് വന്ന് നിന്നിട്ട് എല്ലാവർക്കും സ്വാഗതം, ഇവിടെ ഇപ്പോൾ ഡാൻസ് പരിപാടി നടക്കാൻ പോവുകയാണ്, ആർക്ക് വേണോ ജോയിൻ ചെയ്യാം, കപ്പിൾസ് എല്ലാവർക്കും തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ജയിക്കുന്ന ആൾക്ക് ഒരു ട്രോഫിയും കിട്ടും, 3000 രൂപയുടെ ഫുഡ് കഴിക്കാനുള്ള ഒരു വൗച്ചറും കിട്ടും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ പറഞ്ഞതും ബൈസൺ ഉടനെ തന്നെ എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് നീ സീരിയസ് ആയിട്ടാണോ, പക്ഷേ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ബൈസനാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ലെന്ന് പറയാണ്. കാണ്ടപ്പോൾ നാണക്കേടല്ലെന്ന് വെച്ചപ്പോൾ ബൈസൺ എന്ത് നാണക്കേട്, എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊക്കെ നീ മുമ്പ് ഡയലോഗ് പറഞ്ഞല്ലേ, എന്താ നീ ഇപ്പോൾ ഡാൻസ് കളിക്കാൻ വരത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കാണ്ടങ്ങനെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഡാൻസ് കളിക്കാൻ പോകുന്നുണ്ട്. ഒരുപാട് പേര് ഡാൻസ് കളിക്കാൻ വരുന്നുണ്ട്. ഇവർ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫഡയിലാണെങ്കിൽ സോണ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഇരിക്കുന്നുണ്ട്. പ്രൊണൗൺസിയേഷൻ അത് തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. ആ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു റൂം, അവിടെ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്നിരിക്കുമ്പോൾ ഒരുപാട് സ്വെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അതെന്തിനാ അങ്ങനെ ഒരു സ്ഥലത്തൊന്നും എനിക്കറിയത്തില്ല. മേ ബി റിലാക്സേഷന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മുടെ ഫഡയിലിരിക്കുന്ന സമയത്ത് സ്റ്റൈലും അങ്ങോട്ടേക്ക് വരാണ്. അവിടെ ഇപ്പോൾ ആൾക്കാർക്ക് ഏത് രീതിയിലാണ് ഇരിക്കുക, അതായത് ഡ്രസ്സ് റിമൂവ് ചെയ്തിട്ടാലും ഡ്രസ്സ് ഇട്ടിട്ടാലും എങ്ങനെ വേണം ഇരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫഡയിലാണെങ്കിൽ ഒരു ടവൽ മാത്രം വെച്ചിട്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നത്. സ്റ്റൈലും അങ്ങനെയാണ് കയറി വന്നത്. എന്നാൽ സ്റ്റൈലും ടവൽ മാറ്റിയിട്ട് ഒന്നും ഇടാതെ അവിടെ കയറി കിടക്കുന്നുണ്ട്. ആ സമയം അറിയാതെ നമ്മുടെ ഫഡയിലിൻ്റെ കണ്ണ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സ്റ്റൈലപ്പോൾ എനിക്കറിയാം ഇങ്ങനെ അടിപൊളിയാണെന്ന്, നീ വേണമെങ്കിൽ നോക്കിക്കോളാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫഡയിലാണെങ്കിൽ എനിക്ക് അതിൻ്റെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്റ്റൈലാണെങ്കിൽ ഫഡേലിൻ്റെ അടുത്ത് അല്ല നീ എന്താ ഒരു ബർഗർ കട തുടങ്ങിയ, വേറെ എന്തിനും തുടങ്ങാത്തെന്താ, വേറെ സംഭവം ഏത് ട്രെൻഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിൻ്റെ പേര് നല്ല അടിപൊളിയാണ് കേട്ടോ ഫഡേൽ എന്ന് വെച്ചാൽ ജനറസ് ആണ്, പ്യുവറാണ്, ഓ അടിപൊളി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ എൻ്റെ പേരിൻ്റെ അർത്ഥം നിനക്കങ്ങനെ അറിയാമെന്ന് വെച്ചപ്പോൾ അത് യുണീക്ക് നെയിം അല്ലേ, എനിക്കറിയാമല്ലോ, പക്ഷേ ഒരു കാര്യം പറയട്ടെ, നിനക്ക് ആ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിനക്ക് അതിൻ്റെ ഒരു ക്യാരക്ടർ പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റൈലാണെങ്കിൽ ടവൽ വീണ്ടും തിരിച്ചിട്ടിട്ട് നമ്മുടെ ഫഡേലിൻ്റെ അടുത്ത് കയറിയിരിക്കുകയാണ്. അവൻ്റെ അടുത്തിരുന്ന ശേഷം നമ്മുടെ ഫഡയിലിൻ്റെ വയറ്റിൻ്റെ സൈഡിലായിട്ടൊരു ടാറ്റു ഉണ്ട്. അപ്പം നമ്മുടെ സ്റ്റൈലാണെങ്കിൽ ഭയങ്കര ക്ലോസ് വെച്ചിരുന്നിട്ട് ആ ടാറ്റു ഒക്കെ നോക്കിയിട്ട് പതുക്കെ ടവലിൻ്റെ അകത്തോടെ അവൻ്റെ കൈയൊക്കെ ഇടാൻ ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഫഡയിലിനാണെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ എന്തെങ്കിലും ചെയ്തു പോകുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ അങ്ങോട്ടേക്ക് വേറൊരാളും കയറി വരാണ്. ആ സ്പോട്ടിൽ ഫഡയിൽ എഴുന്നേറ്റ് പോവാണ്. സ്റ്റൈലപ്പോൾ ഓ ഇയാളൊക്കെ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്ന രീതിയിൽ അയാളെ നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫഡയിലിൻ്റെ പുറകെ സ്റ്റൈൽ എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ ഒരു ഡ്രസ്സ് മാറ്റുന്ന ലോക്കർ റൂം അതിൻ്റെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഫഡയിലിനെ കളയില്ല. അങ്ങനെ സ്റ്റൈൽ ഇവ ഇത് എവിടെയാണ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഫഡയിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റൈലിൽ അവിടെ സൈഡിൽ കൊണ്ട് ചേർത്ത് എത്തിയിട്ട് നിന്നെ ആരും അയച്ചതെന്ന് നോക്കുന്നുണ്ട്. ആ സമയം എന്നെ ആരും അയച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ കള്ളം പറയില്ല, നിന്നെ ആരും അയച്ചത്, നീ സത്യം പറ, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്, ഞാൻ എവിടെ പോയാലും നീ ഇപ്പോൾ വരുന്നുണ്ടല്ലോ, നീ എന്തിനാ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ പുറകെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ ശരിയാ ഞാൻ നിന്നെ ഫോളോ ചെയ്യുക, പക്ഷേ അത് എന്നെ ആരും അയച്ചിട്ടില്ല, പക്ഷേ എനിക്കിതിനെ ഇഷ്ടമായണ്ട, അന്ന് നമ്മുടെ കാറുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഇടിച്ചില്ലേ, അപ്പം തന്നെ എനിക്കിതിനെ ഇഷ്ടപ്പെട്ടായിരുന്നു, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കാരണം ലവ് എന്നുള്ള ഫീലിംഗ് നീ ഇനിയും അനുഭവിച്ചിട്ടില്ല. നമുക്കൊരാളുടെ ഇഷ്ടം തോന്നിപ്പോൾ അയാളെ കിട്ടാനായിട്ട് നമ്മൾ എന്തും ചെയ്തു പോകുമെന്ന് പറഞ്ഞിട്ട് സ്റ്റൈല് ഫഡയിലിനെ കിസ് ചെയ്യാണ്. അപ്പോൾ ഫഡയിൽ അവനെ തള്ളി മാറ്റുന്നുണ്ട്. എന്നാൽ സ്റ്റൈല് പിന്നെ ഫഡയിലിനെ കിസ് ചെയ്യാണ്. എന്നാൽ അപ്പോഴും നമ്മുടെ ഫഡയിൽ അവനെ തള്ളി മാറ്റിയ ശേഷം മര്യാദയ്ക്ക് നിൻ്റെ അടുത്ത് ഞാൻ പറയുക, മാറി നിന്നു എൻ്റെ അടുത്തുനിന്ന്, ഇല്ലെങ്കിൽ നീ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അവനവിടെ നടന്നു പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാണ്ടും ബൈസനും കൂടെ ആയിട്ട് ആ ഒരു ഡാൻസ് കോമ്പറ്റീഷനിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രോഫിയും കൊണ്ട് വരുവാണ്. കാണ്ടിൻ്റെ കാറിൻ്റെ അവിടെ എത്തിയതും ബൈസനാണെങ്കിൽ നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ലെന്നല്ലേ പറഞ്ഞു, പക്ഷേ നീ അടിപൊളിയായിട്ട് കളിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ കാണ്ടാണെങ്കിൽ അത് പിന്നെ നീ കളിച്ച് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു ധൈര്യം വന്നിട്ട് ഞാനും കളിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബൈസനാണെങ്കിൽ എനിക്ക് ശരി ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് കാണ്ട് അങ്ങനെ പോകല്ലേ, ഡാൻസ് കളിച്ചിട്ട് നിനക്ക് ട്രോഫി കിട്ടി, എന്നാൽ എനിക്കൊന്നും കിട്ടിയില്ല, എനിക്കൊരു കിസ്സെങ്കിലും തന്നിട്ട് വന്നിട്ട് കവിളിനും ചുണ്ടിലൊക്കെ കിസ് വാങ്ങുന്നുണ്ട്. അതിനുശേഷം ബൈസൺ അവിടെ നിന്ന് പോവാണ്. ബൈസൺ പോയി കഴിക്കുന്നത് നമ്മുടെ കാണ്ടിൻ്റെ അടുത്തേക്ക് തവാൻ വരുവാണ്. ആക്ച്വലി നമ്മുടെ തവാനാണെങ്കിൽ
കാണ്ടിൻ്റെ ഫ്രണ്ടാണ്. കാണ്ട് പറഞ്ഞതനുസരിച്ച് തവാനാണെങ്കിൽ നമ്മുടെ ബൈസൻ്റെ അടുത്ത് വന്ന് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ അഭിനയിച്ചതായിരുന്നു. കാരണം നമ്മുടെ കാണ്ടാണെങ്കിൽ ബൈസണിന് എനിക്കിതിന് ഒരുപാട് ഇഷ്ടമാണ്, ആരൊക്കെ വന്നാലും ഞാൻ അവരെയൊക്കെ ഒഴിവാക്കി മാറ്റിയിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാണ്ട് നടത്തിയ ഒരു പ്ലേ ആയിരുന്നു അത്. അപ്പോൾ അതിൽ അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ ഫ്രണ്ടായിരുന്നു തവാൻ. അങ്ങനെ തവാൻ അവൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തവാന് പൈസയൊക്കെ കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും വർക്ക് വന്നാൽ നിന്നെ ഞാൻ വിളിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോൾ തവാൻ ഓക്കെ എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ബൈസൺ തിരിച്ച് പാട്ടൊക്കെ പാടി വീട്ടിൽ വരുന്ന സമയത്ത് അവനിങ്ങനെ വീട്ടിനകത്ത് കയറിയതും പെട്ടെന്നാണെങ്കിൽ ഫഡേൽ അവൻ്റെ നേരെ തോക്ക് ചൂണ്ടുവാണ്. ഇവൻ പെട്ടെന്ന് നോക്കി ഫഡേലാണെന്ന് ഇവന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ദൈവമേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഫഡേലെന്ന് മനസ്സിലായി. എന്നിട്ട് അവൻ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നതെന്ന് വെച്ചപ്പോൾ ഫഡേൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ, എനിക്ക് പകരം വേറെ ആരിലായിരുന്നെങ്കിൽ നിന്നെ ഇതിനെ കൊണ്ട് വെടിവെച്ചിട്ടാനല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫഡേലാണെങ്കിൽ നീ എവിടെ പോയതാ എന്നിങ്ങനെ ബൈസനോട് ചോദിക്കുകയാണ്. ബൈസൺ ആ സമയത്ത് ഇന്ന് ഫ്രൈഡേ അല്ലേ കറങ്ങാൻ പോയതാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബൈസൻ്റെ കയ്യിൽ ആ ഒരു ട്രോഫി ഇരിക്കുന്ന കണ്ടിട്ട് ഈ ട്രോഫി നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ബൈസൺ പെട്ടെന്ന് അത് പിന്നെ സുഷി കഴിക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ഞാനതുകൊണ്ട് അരമണിക്കൂറിൽ 50ഓളം സുഷി കഴിച്ചു, ഞാനതിൽ ജയിച്ചു, അങ്ങനെ എനിക്ക് കിട്ടിയ ട്രോഫിയാണെന്ന് ഇവൻ കള്ളം പറയാണ്. ആ സമയം ഉണ്ട് ഫഡേൽ കള്ളം പറയുമ്പോൾ കുറച്ച് നല്ലൊരു കള്ളമെങ്കിലും പറയട്ടേന്ന് വെച്ചിട്ട് അവനാണെങ്കിൽ ഐപാഡ് എടുത്ത് കാണിച്ചിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോ മറ്റൊന്നുമല്ല, നമ്മുടെ കാണ്ട് പൈസയും കൂടെ ഡാൻസ് കളിക്കുന്നതായിരുന്നു. അത് ആക്ച്വലി ആ ഒരു പ്രോഗ്രാം നടത്തുന്ന ആൾക്കാർ എന്തായാലും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമല്ലോ, അപ്പോൾ അവരങ്ങനെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കള്ളം പൊളിക്കുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ബൈസനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ നമ്മുടെ ഫഡേൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് അല്ല നിൻ്റെ കാര്യം എന്തായി, നിൻ്റെ പുറകെ നടക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അവൻ ഭയങ്കര ക്യൂട്ടല്ലേ, എനിക്ക് അവൻ ഇഷ്ടപ്പെട്ടു, നിനക്ക് അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ ഫഡേലാണെങ്കിൽ വിഷയം മാറ്റി കളിക്കില്ലേ, നിൻ്റെ കാര്യം പറ, നീയും കാണും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല, ഞങ്ങൾ ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, എന്നാലും പതുക്കെ അതിലേക്ക് കടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയം ഫഡേൽ വെറുതെ പണിയൊന്നും ഒപ്പിച്ച് വെക്കില്ലെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ചെല്ലാണ്. ആ സമയം അവർ നേരത്തെ ഡാൻസ് കളിച്ച അതേ പാട്ട് വീണ്ടും ഐപാഡിൽ നമ്മുടെ ബൈസൺ പ്ലേ ചെയ്തിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം റൂമിൽ ചെന്നിരുന്ന ഫഡേൽ ഈ പാട്ടെല്ലാം കേട്ടിട്ട് അവനാണെങ്കിൽ ഇവർക്ക് ഹെഡ്സെറ്റ് എടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. ഇതേ സമയം അവിടെ കിടന്ന് ബൈസൺ ഭയങ്കര ഡാൻസ് കളിയാണ്. എന്നിട്ട് അവൻ അവിടെ സോഫയിൽ കിടക്കുകയാണ്. ഇതേ സമയം ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് തന്നെ ഇതൊന്നും കേൾക്കാതിരുന്ന ഫഡേലിൻ്റെ മൈൻഡിൽ വന്നുകൊണ്ടിരുന്നത് മൊത്തം നമ്മുടെ സ്റ്റൈലായിരുന്നു. സ്റ്റൈലിനെ തന്നെ ഇങ്ങനെ ഓർത്തിട്ട് അവൻ സ്വയം അവനെ ടച്ച് ചെയ്യുവാണ്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡോടെ എൻ്റെ ആവുകയാണ്. എനിക്ക് ഭയങ്കര ജലദോഷമുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, ഒട്ടും വയ്യാത്തത് കൊണ്ടാണ്. പക്ഷേ എനിക്ക് ഡെയിലി വീഡിയോസ് ഇടണമെന്നുണ്ട്. സോ ചിലപ്പോൾ മേ ബി ഒരു 2-3 ഡേയ്സ് വീഡിയോസ് വരാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോസ് ഇറങ്ങാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോ ബൈ.